അനീഷ് വളരെ ആവേശകരമായ ഒരു അവസ്ഥയിലേക്ക് ഫുട്ബോൾ ഇങ്ങനെ പോയി തുടങ്ങി. ആദ്യ മത്സരങ്ങളിൽ ബ്രസീലും അല്ലെങ്കിൽ നെതർലൻഡ്സൊക്കെ വഴങ്ങിയ സമനില, പിന്നീടുള്ള രണ്ടാം മത്സരങ്ങളിൽ അവരുടെ ശക്തമായ തിരിച്ചുവരവ്. അർജന്റീന ആദ്യ മത്സരം തന്നെ ഗംഭീരമാക്കി. ഇനി രണ്ടാം മത്സരം എങ്ങനെയാവുന്ന കാത്തിരിപ്പോൾ കൊള്ളാം. നല്ല രസകരമായി പോകുന്നുണ്ട് ലോകകപ്പ് അല്ലേ? ഈ അർജന്റീന ആദ്യ കളി അത് പ്രതീക്ഷ പോലെ തന്നെ അഞ്ചേക്ക് വരെ മത്സരം അർജന്റീന ജയിക്കുന്നു. അതുപോലെ മെസ്സി ആട്ടിൽ നേടും. അപ്പോൾ ആരാധകർ പ്രതീക്ഷ ഒരു തുടക്കം അർജന്റീനയ്ക്ക് കിട്ടും. ഇനി അടുത്ത മത്സരം ഓസ്ട്രേലിയനായിട്ട് കളിക്കുമ്പോൾ ഒരു അതിനെ ഒന്നുകൂടി കരുതലോടെ കളിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഹൈപ്രസ് ഗെയിം കളിക്കുന്ന ടീമാണ് ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയ അത് അർജന്റീനയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് രണ്ടാമത്തെ മത്സരത്തിലൂടെ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വളരെ അറ്റാക്ക് കളിക്കുന്ന ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ അർജന്റീനയുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് കഴിഞ്ഞപ്പോൾ അർജന്റീനയ്ക്കകത്ത് അത്ര അവരുടെ ഡിഫൻസ് പരീക്ഷിക്കപ്പെട്ടില്ല. പിന്നെ അതുപോലെ ഈ റാൽഫ് റാഗ്നിക് എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ കോച്ച്, അത് ഒരു പ്രസിംഗ് ഗെയിമിന്റെ ഒരു ആശാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അർജന്റീനയ്ക്ക് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം ഇത് ഹൈപ്പേഴ്സ് ഗെയിമിലേക്ക് ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ മെസ്സിക്ക് ഓസ്ട്രേലിയയുടെ ഹാഫിൽ അല്ലെങ്കിൽ ഫൈനൽ സൈഡിൽ കൂടുതൽ സ്പേസ് കിട്ടാൻ സാധ്യത. കഴിഞ്ഞ ദിവസം അർജന്റീനയ്ക്ക് എതിരുള്ള മത്സരം കണ്ടപ്പോൾ മെസ്സിക്ക് ആ ഗോൾമുഖത്ത് ചെറിയ സ്പേസ് കിട്ടുമ്പോൾ അത് എത്രമാത്രം അപകടകരമാവും എന്ന് അർജന്റീനയ്ക്കെതിരെ മത്സരം നമ്മൾ കണ്ടതാണ്. കാരണം മെസ്സി ആ ഒരു ആ സ്പേസ് എങ്ങനെ വിനിയോഗിക്കുന്നത് അത് ഒരു പക്ഷേ ഈ ഓസ്ട്രേലിയ അങ്ങനത്തെ ഒരു അറ്റാക്കിലേക്ക് പോയിട്ട് വന്നാൽ ഈ മെസ്സിക്ക് ഈ ഒരു മത്സരം ഗുണകരാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ ഓസ്ട്രേലിയ ഈ ഒരു ഹൈപ്രസ് ഗെയിം കളിച്ചാൽ അതിന് അർജന്റീനയ്ക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മത്സരഫലത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. ആരാധകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് രണ്ടാം മത്സരങ്ങൾ മുതൽ വമ്പന്മാരൊക്കെ ഗംഭീരമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാബോ വെർഡെ അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ അവരെ എഴുതിത്തള്ളാൻ പറ്റാത്തൊരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 32-ലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായി ആരൊക്കെ വരാൻ സാധ്യത എന്ന് കൂടിയാണ് കണക്കാക്കുന്നത്. മിക്കവാറും വലിയ ടീമുകളൊക്കെ ഈ രണ്ടാം നോക്കൗട്ട് റൗണ്ടിലേക്ക് ഇറങ്ങും. കാരണം ഇത്തവണ ടീമുകളുടെ എണ്ണം കൂടുതലാണ്. ടീമുകൾ ഇപ്പോൾ ബെസ്റ്റ് മൂന്നാം സ്ഥാനക്കാരെ കൂടി അവസരം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ടീമുകളൊന്നും പുറത്തു പോകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഏതൊക്കെ ടീമുകൾ ഈ ഒരു രണ്ടാം റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചറിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഈ ചെറിയ കുറോസോ അല്ലെങ്കിൽ കേപ്പോറെ പോലെ ടീമുകൾ അല്ലെങ്കിൽ ഹെയ്റ്റി പോലുള്ള ടീമുകൾ കളിക്കുന്ന ഒരു പോരാട്ടം. അപ്പൊ ഏഷ്യയിൽ നിന്ന് ജപ്പാൻ ഗംഭീരമായിട്ട് കളിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ടീമുകൾ ഇതിലിപ്പോ ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ടീമുകൾ എന്നൊരു വലിയ ടീം തമ്മിൽ വ്യത്യാസം വളരെ കുറഞ്ഞിരിക്കും.